വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ 3-ാം അധ്യായത്തിൽ കുടുംബജീവിതം, ശീലങ്ങൾ, ശിക്ഷണം എന്നിവ വിവരിക്കുന്നു. മാതാപിതാക്കളെ ആദരിക്കുക, കുട്ടികളെ ശാസിക്കുക, ശീലങ്ങൾ വളർത്തുക എന്നെല്ലാം ഈ അധ്യായത്തിൽ കാണാം. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പ്രഭാഷകൻ 3-ാം അധ്യായം 8-ാം തിരുവചനം. 4-ാം അധ്യായത്തിൽ നീതിയും ദയയും ക്ഷമയും ദൈവിക ഗുണങ്ങളാണെന്നും പാപികളെ ദൈവം ശിക്ഷിക്കും, പക്ഷെ ദയയും കാണിക്കുമെന്ന് കാണാം. 5-ാം അധ്യായത്തിൽ ദൈവത്തോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും ധ്യാനവും ഫലപ്രദമാണെന്നും ദൈവം ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന കേൾക്കുന്നുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണവും നിത്യജീവിതവും വിവരിക്കുന്നതാണ് 6-ാം അധ്യായം. മരണം അനിവാര്യമാണ്, പക്ഷെ ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് പ്രത്യാശയുണ്ട് എന്ന് ഇവിടെ നാം വായിക്കുന്നു. കർത്താവിന്റെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെപ്പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. പ്രഭാഷകൻ 6-ാം അധ്യായം 37-ാം തിരുവചനം. അധ്യായം 7-ൽ നല്ല ജീവിതത്തിനുള്ള ഉപദേശങ്ങൾ വിവരിക്കുന്നു. ദൈവഭക്തിയോടെ ജീവിക്കണം, മാതാപിതാക്കളെയും മൂപ്പന്മാരെയും ആദരിക്കണം, ദരിദ്രരെയും ദുർബലരെയും അവഗണിക്കരുത്, പാപത്തിൽ വീഴാതിരിക്കാൻ ജാഗ്രത പുലർത്തണം എന്നെല്ലാം ഇവിടെ വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. പ്രഭാഷകൻ 7-ാം അധ്യായം 27-ാം തിരുവചനം. അധ്യായം 8-ൽ വിനയം പാലിക്കുക, ശക്തരോടും അധികാരികളോടും വഴക്കിടരുത്, ജ്ഞാനികളോടൊപ്പം ഇരിക്കുക, അവരുടെ ഉപദേശം കേൾക്കുക, പഴയ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കരുത് എന്ന മുന്നറിയിപ്പുകൾ തരുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.